ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. നമ്മൾ പല സ്ഥലത്തോട്ട് നമ്മൾ പഠിക്കാനായിട്ട് ഇന്റർനാഷണൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ ഫ്ലൈറ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് അവരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഖത്തർ എയർവേസിലൊക്കെ സ്റ്റുഡൻറ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. അതായത് പറയുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കും ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബ്രദറാണ് എനിക്ക് എല്ലാ ഫ്ലൈറ്റ് ടിക്കറ്റ്സും ഈ പറഞ്ഞ പോലെ പേടിയുടെ പ്രശ്നം കാരണം ബുക്ക് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഓൾറെഡി കുറേയൊക്കെ ഇപ്പം ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഓൾറെഡി കുറേയൊക്കെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കി തുടങ്ങുന്ന ടൈമിൽ ഇൻകോഗ്നിറ്റോ മോഡിൽ ഇടാൻ മറന്നവരാണെങ്കിൽ നമ്മൾ ബ്രൗസ് ഹിസ്റ്ററി ഫുള്ള് ക്ലിയർ ചെയ്യുക. കുക്കീസും അതുപോലത്തെ ഹിസ്റ്ററികൾ ഫുള്ള് ക്ലിയർ ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഫർമേഷനൊക്കെ ഗൂഗിളിൽ നിന്ന് ഡിലീറ്റ് ആയി പൊക്കോളും. ഹായ് ഫ്രണ്ട്സ്, അബീസുക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി ഇക്കാൻ നാട്ടിലാണ്. അപ്പോൾ നാട്ടിൽ പോകുന്ന ടൈമിൽ നമ്മൾ കാഷ്വലായിട്ട് യൂഷ്വലി ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്ര രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയത്? അതുപോലെ എല്ലാവരോടും തന്നെ പറഞ്ഞു. അപ്പം 450 460 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയത്. അതും ടു ആൻഡ് ഫ്രോയിൽ എത്തിഹാദ് എയർവേസ് ആയിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, എടാ നിനക്ക് മാത്രം എങ്ങനെ ഇത്രയും റേറ്റ് കുറവ് ടിക്കറ്റ് കിട്ടുന്നത്? എന്താ നിങ്ങൾ ചെയ്യുന്ന കാര്യം, ഒന്നും പറഞ്ഞു തരാമോന്ന്. അപ്പം നമ്മൾ ഓർത്തു ഇതിപ്പം കുറച്ച് പേർക്കൂടെ, നമുക്ക് എല്ലാവരും തന്നെ പ്രവാസികളാണ്, ഏറെക്കുറെ ആൾക്കാർ പ്രവാസി ജീവിതം നയിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ. നമ്മളെടുക്കുന്ന രീതി അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് അറിയത്തില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ഏജൻസി ത്രൂ ഒക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രയോജനം ആയിക്കോട്ടെ എന്നോർത്താണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. പറഞ്ഞ ഒരു പ്രശ്നം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫുള്ള് എൻ്റെ ബ്രദർ പുള്ളിയാണ് എനിക്ക് ബുക്ക് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. അപ്പം പുള്ളിയോട് ഞാൻ ചോദിച്ചു ഇതിൻ്റെ ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന്. അപ്പം അതിൻ്റെ അകത്തും നമുക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ ട്രാവൽ ഏജൻസി ത്രൂ ബുക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാര്യമെന്ന് വെച്ചാൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന് ഇപ്പം റഫ്ലി ഒരു 500 പൗണ്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജ് എങ്കിൽ, ചുമ്മാ നിങ്ങൾ വിചാരിക്കുക ട്രാവൽ ഏജൻസ് അവരുടെ ലാഭം കൂടെ എടുത്തിട്ടാണ് നമ്മളോട് അവരുടെ ഒരു റേറ്റ് പറയുന്നത്. അപ്പോൾ തന്നെ ഒന്ന് വിചാരിച്ചാൽ മതി, 500ൻ്റെ അകത്തുനിന്ന് എത്ര രൂപ നമുക്ക് എക്സ്ട്രാ ട്രാവൽ ഏജൻസിൻ്റെ കമ്മീഷൻ എന്നുള്ളത് പോവും. നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻകോഗ്നിറ്റോ മോഡിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് സെർച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണ് നോക്കുന്നത്, ഏത് ലൊക്കേഷനിൽ നിന്നാണ് നോക്കുന്നത്, ആ കാര്യങ്ങൾ നമ്മുടെ ഓൾറെഡി കുക്കീസിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൻ്റെ മെമ്മറിയിൽ സ്റ്റോർഡ് ആയി പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോൾ പിന്നെ നമ്മൾ നോക്കിയാലും നമുക്ക് ഈ ഒരു റേറ്റിനെക്കാട്ടിലും കൂടിയ റേറ്റേ കാണിക്കത്തുള്ളൂ, ഒരിക്കലും കുറഞ്ഞ റേറ്റ് നമുക്ക് കാണിക്കുകയില്ല. അപ്പോൾ ഇൻകോഗ്നിറ്റോ മോഡിൽ ഇട്ട് നോക്കുമ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ VPN എല്ലാം നമുക്ക് അറിയാൻ പറ്റില്ല. അതായത് നമ്മൾ എവിടെ നിന്നാണ് നോക്കുന്നത്, ഏത് സ്ഥലത്തു നിന്നാണ് നോക്കുന്നത്, എന്നാണ് നോക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഗൂഗിളിൻ്റെ മെമ്മറിയിൽ ഫീഡ് ആവത്തില്ല. അപ്പം നമുക്ക് കുറഞ്ഞ റേറ്റും കൂടിയ റേറ്റും മാറി മാറി കാണിക്കും. ഓക്കെ, രണ്ടാമത്തേന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ സ്കൈ സ്കാനർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, സ്കൈ സ്കാനർ അല്ലെങ്കിൽ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഈ രണ്ടിൽ ത്രൂ മാത്രം ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ രണ്ടെണ്ണത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ ഫ്ലൈറ്റ്സിൽ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഫ്ലൈറ്റ്സ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ഇതിൽ തന്നെ ഗൂഗിൾ തന്നെ അവരുടെ കുറച്ച് നമുക്ക് അല്ലാതെ കുറേ ലിങ്ക്സ് കാണും, പക്ഷെ അതിലൊന്നും പോകണ്ട. ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഫ്ലൈറ്റ്സിൽ നമ്മൾ ഡിപ്പാർച്ചർ ചെയ്യുന്ന ലൊക്കേഷൻ, പോവേണ്ട അറൈവൽ ലൊക്കേഷൻ, അതുപോലെ ടൈം പീരീഡും അതിൻ്റെ അകത്ത് കൊടുക്കുക. ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപടി പല ട്രാവൽ ഏജൻസ് അല്ലെങ്കിൽ പല കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടിക്കറ്റിൻ്റെ റേറ്റുകളും അവർ പോകുന്ന ഡെസ്റ്റിനേഷനുകളും എത്ര ലേ ഓവർ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. ഓക്കെ, ഇത് തന്നെയാണ് സൈസ് സ്കാനറിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അലേർട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അലേർട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിലോട്ടുള്ള റേറ്റ് കുറയുന്ന അനുസരിച്ച് നമുക്ക് അലേർട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യണം. സൈസ് സ്കാനറിൽ സൈൻ ഇൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മെയിലിലോട്ട് ഈ ടൈമിൽ അലേർട്ട് സെറ്റ് ആവും.
ഏറ്റവും പറയേണ്ടത് നമുക്കൊരു വലിയ എമർജൻസി ഇല്ല, അർജൻസി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പെസിഫിക് ഡേറ്റ് കൊടുക്കാതെ ഫ്ലെക്സിബിൾ ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഫ്ലെക്സിബിൾ ഡേറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന ഫ്ലൈറ്റിൻ്റെ റേറ്റുകളും അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റുകൾ കിട്ടും. ഈ ഏതൊക്കെ ദിവസങ്ങളിലാണോ റേറ്റ് കുറവ് അത് നമുക്ക് കറക്റ്റ്ലി സൈസ് സ്കാനറിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സെർച്ച് ചെയ്ത് കയറി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ, ഓറഞ്ച് ആൻഡ് റെഡ് കളറിൽ നമുക്ക് ഒരു ഇത് കാണാൻ പറ്റും. അപ്പം ഈ ഗ്രീൻ എന്ന് പറയുന്നത് ഏറ്റവും റേറ്റ് കുറവുള്ള ടൈമും, ഓറഞ്ച് കുറച്ചുകൂടെ റേറ്റ് കൂടുതൽ, റെഡ് എന്ന് പറയുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പീരീഡിനെയാണ് കാണിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം പറഞ്ഞാൽ. ഇതിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മണിക്കൂർ നമുക്ക് ഒരു ലേ ഓവർ ആണോ വേണ്ടിയത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് വേണോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. ചിലവരൊക്കെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല സ്ഥലത്തും ലേ ഓവർ, ഇപ്പോൾ 2 ലേ ഓവർ ഒക്കെ എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ചില എയർപോർട്ടുകളിൽ നമുക്ക് ലേ ഓവർ എടുക്കുവാണെങ്കിൽ ഇതുപോലെ റേറ്റ് കുറവ്, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ മേക്ക് മൈ ട്രിപ്പ്, booking.com, ഗോ ഐ ബിബോ, പിന്നെ അതുപോലത്തെയൊക്കെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ട്രാവൽ ഏജൻസിലോട്ടായിരിക്കും നമ്മുടെ ലിങ്ക് കാണുക. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അകത്തോട്ട് കയറുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കുന്നതെല്ലാം അവരിലാണ്. അതായത് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിലോട് കൺഫർമേഷൻ മെയിൽ വരും, ഇതുപോലെ ടിക്കറ്റ് ബുക്കായി, ഇതാണ് ഐറ്റിനറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം വളരെ എളുപ്പമാണ്. ഒരു ഒറ്റ ദിവസത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ്, ഇപ്പം റേറ്റ് കുറവിൽ സഞ്ചരിക്കണമെന്ന് താല്പര്യമുള്ളവർ ഈ ഇൻകോഗ്നിറ്റോ മോഡിൽ ഇട്ടിട്ട് ചില ദിവസങ്ങളിൽ നമുക്ക് ടൈം കിട്ടുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഏതൊക്കെ സമയത്തേക്കാണ് നമുക്ക് റേറ്റ് കുറവുള്ളത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഏകദേശം നമുക്ക് ഓക്കെ എന്നൊരു റേറ്റും ഡേറ്റും കണ്ടു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇക്കാക്ക് ഇപ്രാവശ്യം കിട്ടിയെന്ന് വെച്ചാൽ 450 എത്തിഹാദ് ആയിരുന്നു ലേ ഓവർ. അബുദാബിയിൽ 55 മിനിറ്റ്സ് മാത്രം ലേ ഓവർ ആയിട്ടുള്ളൊരു ഫ്ലൈറ്റ് ആയിരുന്നു. വലിയ കുഴപ്പമില്ല, നല്ല ജേർണി ആയിരുന്നു, ഫുഡും ഒക്കെ അത്യാവശ്യം ഓക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ഉണ്ട്. ആ ടിപ്സിൽ ഫസ്റ്റ് തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ, വീക്കെൻഡ്സ് അല്ലെങ്കിൽ ബാങ്ക് ഹോളിഡേ ടൈമിൽ ടിക്കറ്റ് എടുക്കാതിരിക്കാം. എമർജൻസി അല്ലെങ്കിൽ അർജൻസി കേസല്ല ഞാൻ പറയുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു വെക്കേഷൻ ടൈം പോകുന്നു എന്നുള്ള രീതിയാണെങ്കിൽ നമ്മൾ മാക്സിമം വീക്കെൻഡ്സ്, അതായത് സാറ്റർഡേ സൺഡേ ഇൻക്ലൂഡിങ് ചില സമയത്ത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഈ ടൈമുകളിൽ ഫ്ലൈറ്റ് എടുക്കാതിരിക്കാം. അതുപോലെ തന്നെ വീക്ക് ഡേയ്സിൽ മാക്സിമം ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീക്ക് ഡേയ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് റേറ്റ് റീസണബിൾ ആയിട്ടുള്ളതായിരിക്കും കാണിക്കുക, റേറ്റ് കുറവുള്ളതായിരിക്കും കമ്പാരിറ്റീവ്ലി കാണിക്കുന്നത്. എല്ലാവരും തന്നെ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈമാണ് നമ്മുടെ സ്കൂൾ ഹോളിഡേയ്സ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ലീവുള്ള ക്രിസ്മസ് ടൈം, ഈ ക്രിസ്മസ് 25th അതുപോലത്തെയൊക്കെ ടൈമിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ റേറ്റ് ചിലപ്പം ഡബിളൊക്കെ കാണിക്കും. അപ്പം അങ്ങനത്തെ ടൈം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. ഇൻ കേസ് നമുക്ക് ആ ടൈമിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷുവറാണ് നമ്മൾ ആ ടൈമിൽ ട്രാവൽ ചെയ്യും എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 2 monthsയിലും പ്രയറായിട്ട് ബുക്ക് ചെയ്യുക. നമ്മൾ ആ ടൈം മാത്രമല്ല എല്ലാ ഫ്ലൈറ്റ്സും നമ്മളൊരു വെക്കേഷൻ പ്ലാനിലാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ മിനിമം ഒരു 2 monthsയിലും മുന്നേ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല റേറ്റ് കുറവ് കിട്ടും. അല്ലാണ്ടും കിട്ടുന്നതുണ്ട്. ഇപ്പം ഇന്നൊരു ജൂൺ 10 വിചാരിക്കാം, നമുക്ക് ജൂൺ 15 ട്രാവൽ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഭയങ്കര നമ്മൾ നേരത്തെ 2 മാസം മുന്നേ ബുക്ക് ചെയ്യുന്നതിനേക്കാട്ടിലും റേറ്റ് കുറവേ നമുക്ക് കിട്ടും. പക്ഷേ കിട്ടണമെന്ന് ഉറപ്പില്ല. നമ്മൾ എന്നാണേലും നമ്മുടെ വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 months പ്രയറിലും ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ റേറ്റ് കുറവ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു ടിപ്പെന്ന് വെച്ചാൽ, ഈ ഏർലി മോർണിംഗ് ഫ്ലൈറ്റുകളുണ്ട്, അതൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ മറ്റേ ഡേ ടൈമിനെക്കാട്ടിലും ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും റേറ്റ് കുറച്ചുകൂടെ കുറവായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു മൾട്ടിപ്പിൾ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അല്ലെങ്കിൽ ഒരു ഫാമിലി പിള്ളേരും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ ട്രാവൽ ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് ഫസ്റ്റ് നിങ്ങൾ നോക്കുന്ന ടൈമിൽ സിംഗിളായിട്ട് ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക, അതായത് സിംഗിൾ പാസഞ്ചേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പം ഈ മൾട്ടിപ്പിൾ പാസഞ്ചേഴ്സ് എടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, പെർ ടിക്കറ്റിൽ നിങ്ങൾക്കൊരു മിനിമം ഒരു ഇപ്പം പൗണ്ടിൻ്റെ കണക്കാണെങ്കിൽ മിനിമം ഒരു 50 പൗണ്ടിൻ്റെയും വ്യത്യാസം ചിലപ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഓൾറെഡി കുറേയൊക്കെ ഇപ്പം ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഓൾറെഡി കുറേയൊക്കെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കി തുടങ്ങുന്ന ടൈമിൽ ഇൻകോഗ്നിറ്റോ മോഡിൽ ഇടാൻ മറന്നവരാണെങ്കിൽ നമ്മൾ
ബ്രൗസ് ഹിസ്റ്ററി ഫുള്ള് ക്ലിയർ ചെയ്യുക, കുക്കീസും അതുപോലത്തെ ഹിസ്റ്ററികൾ ഫുള്ള് ക്ലിയർ ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഫർമേഷനൊക്കെ ഗൂഗിളിൽ നിന്ന് ഡിലീറ്റ് ആയി പൊക്കോളും. ഏതായാലും നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്ക് വേറൊരു ആപ്ലിക്കേഷനും കൂടിയുണ്ട്. അതായത് ആമസോണില്ലേ, നമ്മുടെ ആമസോണിൽ നമുക്ക് ട്രിപ്പുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനകത്ത് ഫ്ലൈറ്റുകളിൽ കയറിയിട്ട് ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ആമസോൺ ത്രൂ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ ബുക്കിങ്ങിനെക്കാട്ടിലും ഒരിച്ചിരി റേറ്റ് വ്യത്യാസം ഇങ്ങനെ കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ആമസോണിലെ സൈറ്റിൽ കയറുക, ഫ്ലൈറ്റുകൾ എടുക്കുക, അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അറൈവൽ ലൊക്കേഷനൊക്കെ കൊടുക്കുക, ടൈമും കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ടിക്കറ്റ് നോക്കുവാണെങ്കിൽ ഒരിച്ചിരി കൂടെ റേറ്റ് വ്യത്യാസത്തിൽ കാണും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുക, ഗൂഗിൾ ഫ്ലൈറ്റ്സിലും സ്കൈ സ്കാനറിലും നോക്കിയിട്ട് ആ റേറ്റ് നമ്മൾ കമ്പയർ ചെയ്ത് അങ്ങ് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി ടിക്കറ്റ്സ് ഒക്കെ നോക്കി തുടങ്ങാനായിട്ട്. ആമസോണിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് ടിക്കറ്റൊക്കെ കിടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ കൺഫേംഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ റീഫണ്ടബിൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം. ഓക്കെ, നോൺ റീഫണ്ടബിൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ റേറ്റ് കുറവായിരിക്കും. റീഫണ്ടബിൾ ബുക്കിങ്സിനെക്കാട്ടിലും മിനിമം ഒരു 20% റേറ്റ് കുറവായിരിക്കും നമ്മൾ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്, നമ്മൾ പല സ്ഥലത്തോട്ട് നമ്മൾ പഠിക്കാനായിട്ട് ഇന്റർനാഷണൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ ഫ്ലൈറ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് അവരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഖത്തർ എയർവേസിലൊക്കെ സ്റ്റുഡൻറ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഖത്തർ എയർവേസിൻ്റെ സൈറ്റിൽ കയറുക, നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും ക്യാഷ് ഡീറ്റെയിൽസും ഒക്കെ വെച്ച് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 10% സ്റ്റുഡൻറ് ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ഈ സ്റ്റുഡൻറ് ഡിസ്കൗണ്ടിന് പുറമെ നമുക്ക് എനിക്ക് തോന്നുന്നു നേരത്തേക്ക് ബാഗേജ് അലവൻസും ഉണ്ടായിരുന്നു. നമ്മളൊരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത്ര കിലോഗ്രാം നമുക്ക് എക്സ്ട്രാ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റുഡൻറ് ഡിസ്കൗണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യം പറയുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കും ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബ്രദറാണ് എനിക്ക് എല്ലാ ഫ്ലൈറ്റ് ടിക്കറ്റ്സും ഈ പറഞ്ഞ പോലെ പേടിയുടെ പ്രശ്നം കാരണം ബുക്ക് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സമയവും നമുക്ക് അത്യാവശ്യം ഫ്ലൈറ്റും ഡീറ്റെയിൽസ് ഒക്കെ നോക്കാനും കഴിവുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കാം. സോ ഇറ്റ്സ് ബീമ സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.